നമസ്തേ. സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും നിയമിക്കുന്നത് സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ ശുപാർശ പ്രകാരമാണ്. കൊളീജിയം സമ്പ്രദായം നിലവിൽ വന്നത് 1993 സുപ്രീം കോടതി തന്നെ അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അത് ജഡ്ജിമാരുടെ നിയമനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, അതിൽ മറ്റാർക്കും കൈകടത്താൻ അവകാശമില്ല, കൈകടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊളീജിയം സമ്പ്രദായം കൊണ്ടുവന്നത്. പക്ഷേ ഭരണഘടന പറയുന്നതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ജഡ്ജിമാരെ നിയമിക്കാനുള്ള അവകാശം പ്രസിഡൻറ്റിനാണെന്നാണ്. പ്രസിഡൻറ്റ് അദ്ദേഹത്തിന് താല്പര്യമുള്ള നിയമവിദഗ്ധരെ നിയമിക്കാം, ജഡ്ജിമാരായിട്ട് നിയമിക്കാം. സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ജഡ്ജിമാരെ നിയമിക്കാം. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്തിരിക്കണം സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ തന്നെ ഒരു കൺസൾട്ടേഷൻ നടന്നിരിക്കണം ജഡ്ജിമാരുമായിട്ട്. അത് മാത്രമേ ഒരു വ്യവസ്ഥയുള്ളൂ. അങ്ങനെ കൺസൾട്ടേഷൻ നടത്തിയാൽ പിന്നുള്ള അവകാശം, അതായത് ഏത് ജഡ്ജിമാരെ നിയമിക്കുക, ആരെ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ജഡ്ജിമാരായി നിയമിക്കണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഭരണഘടന പ്രകാരം പ്രസിഡൻറ്റിനാണ്. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്താൽ അവർ ജഡ്ജിമാരാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും നടക്കുന്ന കൊളീജിയം സമ്പ്രദായ പ്രകാരം കൊളീജിയത്തിൽ 2-3 അംഗങ്ങളാണ് ഇപ്പോഴുള്ളതെന്ന് തോന്നുന്നു, 3, 4, 5 ഒക്കെയുള്ള അംഗങ്ങൾ അവർ കൂടിയിരുന്ന് ഇന്ന ആൾക്കാരെ നിയമിക്കണം, ഇന്ന ആൾക്കാരെ സ്ഥലം മാറ്റണം എന്നൊക്കെ അവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രസിഡൻറ്റിന് കൊടുക്കുകയാണ്. പ്രസിഡൻറ്റ് അതിൽ ഒപ്പുവെച്ചോളണം, അതാണ് അവരുടെ നിർബന്ധം. ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ താമസിക്കുന്നു എന്നും പറഞ്ഞിട്ട് കേന്ദ്ര നിയമവകുപ്പിനെ വിളിച്ച് ശാസിക്കുന്നത് പോലുള്ള സമീപനങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ ഉത്തരവ് പുറപ്പെടുവിച്ചു കളയും എന്നുള്ള ഭീഷണിയും സുപ്രീം കോടതി മുഴക്കുന്നു. അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ശുപാർശകൾ പ്രസിഡൻറ്റ് അംഗീകരിച്ചു കൊള്ളണമെന്ന് എന്ത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ നിർബന്ധം പിടിക്കുന്നത്? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്ത് വ്യവസ്ഥയാണ്? ഭരണഘടനയിലെ ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇവരിങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? നിങ്ങൾ ശുപാർശ കൊടുത്തു, ഓക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശുപാർശ കൊടുക്കുമ്പോൾ അത് അപ്പടി തന്നെ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. പ്രസിഡന്റ് അങ്ങനെ റബ്ബർ സ്റ്റാമ്പ് അല്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അധികാര സ്ഥാനമാണ്. ഈ രാജ്യത്തിൻ്റെ അധീപനാണ് പ്രസിഡന്റ്. ആ പ്രസിഡന്റിനെ സുപ്രീം കോടതിയുടെ റബ്ബർ സ്റ്റാമ്പായിട്ട് അവർ മാറ്റരുത്, കാണരുത്. ഒപ്പിഴ് എന്ന് നിർബന്ധിക്കാൻ പാടില്ല. നിങ്ങൾ പേരുകൾ കൊടുക്കുക. 10 പേരുകൾ കൊടുത്താൽ 5 പേരെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മനസ്സുള്ളൂവെങ്കിലോ, അല്ലെങ്കിൽ 3 പേരെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ, ആ കൂട്ടത്തിലുള്ള ഒരാളെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അവരെ ആരെയും ജഡ്ജി ആയിട്ട് നിയമിക്കത്തില്ല. ഇതൊക്കെ പ്രസിഡന്റിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങളത് കവർന്നെടുത്തിട്ട് അത് പോരാ, ഒപ്പിട്ടേ പറ്റൂ, ഇത്ര ദിവസത്തിനുള്ള ഒപ്പിടണം, ഒരുപാട് നാളായിട്ട് അതവിടെ കിടക്കുന്നു എന്നൊക്കെ വിളിച്ച് ഇവരോടൊക്കെ പറയേണ്ട കാര്യം, നിയമവകുപ്പിനോട് പറയേണ്ട കാര്യം എന്താണ്? ഇപ്പം നിയമവകുപ്പ് പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിച്ച് തിരിച്ചയക്കണം. ഇതല്ലേ അവർ ഉദ്ദേശിക്കുന്നത്? ഏത് വകുപ്പ് പ്രകാരം? ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ പ്രകാരം? ഈ നിർബന്ധങ്ങൾക്ക് എന്തിനാണ് കേന്ദ്ര സർക്കാർ വഴങ്ങുന്നതെന്നുള്ളതാണ് എനിക്ക് അതിശയകരമായിട്ട് തോന്നുന്നത്. ഒരുപക്ഷെ ഒരു ഭരണഘടനാ സ്തംഭനം ഉണ്ടാകണ്ട എന്ന് കരുതി അങ്ങ് വഴങ്ങുന്നതായിരിക്കണം. ഈ കൊളീജിയം സമ്പ്രദായം ആദ്യമായിട്ട് അതിനുള്ള ഒരു വലിയ ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് പ്രസിഡന്റിൻ്റെ അധികാരം പോലും സുപ്രീം കോടതി കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. അതായത് ഈ ജഡ്ജിമാരുടെ നിയമനത്തിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ, പ്രസിഡന്റ് വഴി കേന്ദ്ര സർക്കാരോ അവരുടെ തീരുമാനങ്ങൾ ചെലുത്തിയാൽ, അവരുടെ തീരുമാനങ്ങൾ അറിയിച്ചാൽ അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് ദോഷം ചെയ്യും എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളത് സുപ്രീം കോടതി വികലമായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ
അതിനെ വിശകലനം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ പവറിൽ, അധികാരങ്ങളിൽ മറ്റേ ആൾ കൈകടത്താതിരിക്കുക. പക്ഷെ നിയമനം തന്നെ മറ്റേ ആളിൽ വരാൻ പാടില്ല, ഞങ്ങൾ തന്നെ അങ്ങ് നിയമിച്ചോളാം എന്ന് പറയുന്നത് ശരിയാണോ? അതാണോ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ സംരക്ഷിക്കുന്ന നടപടി? എൻ്റെ സുപ്രീം അല്ലെങ്കിൽ കോടതികളിലെ നടപടികളും ജഡ്ജിമെൻ്റ് എഴുത്തും ഒക്കെ ആ കാര്യങ്ങളിൽ ഒരു എക്സ്റ്റേണൽ അധികാരി സ്വാധീനം ചെലുത്താൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ലെജിസ്ലേച്ചറോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ സ്വാധീനം ചെലുത്താൻ പാടില്ല. അതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിൽ എക്സിക്യൂട്ടീവിനും ആ സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ എപ്പോഴും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിന് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ലെജിസ്ലേച്ചറാണ് ഏറ്റവും, ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ഏറ്റവും പരമാധികാര സഭ. അവരുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കണം ബാക്കിയുള്ളതെല്ലാം. അല്ലാതെ സുപ്രീം കോടതി എന്ന് പറയുന്ന ആകാശത്തുനിന്ന് പൊട്ടി വീണിട്ട് അവരെ നിയമിച്ചാൽ ശരിയാകുമോ? അങ്ങനെ അവരെ നിയമിച്ചെങ്കിലേ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് സാധ്യതമാവുകയുള്ളൂ. അതൊന്നുമില്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. അതായത് ഈ നിയമന അധികാരം കയ്യിൽ വെക്കുന്നതിന് പറയുന്ന ഓരോ ന്യായങ്ങളാണ്. ആർക്ക് എന്താണ് അതിനകത്തുള്ള യുക്തി? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരവരുടെ അധികാര പ്രയോഗങ്ങളിൽ കൈകടത്താതിരുന്നാൽ പോരെ? അതല്ലേ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഞങ്ങൾ തന്നെ നിയമിച്ച് ഞങ്ങൾ തന്നെ കേസുകൾ വിചാരണ ചെയ്ത് ഞങ്ങൾ വിധി പ്രസ്താവിക്കും, ഞങ്ങൾ തന്നെ നിയമിക്കും. ഇത് എവിടെയെങ്കിലും ഈ ലോകത്ത് ഇതുപോലുള്ള ഒരു സംവിധാനമുണ്ടോ? ഒരു ന്യായമുണ്ടോ ഇതിൽ? നിങ്ങളൊരു 10 പേരെ കൊടുക്കുക. പ്രസിഡന്റിന് ഇഷ്ടമുള്ളവർ, കൊളീജിയം എല്ലാവരും കൂടി 10 പേരെ കൊടുക്കുക. അപ്പോൾ പ്രസിഡന്റിന് ഇഷ്ടമുള്ളവരെ നിയമിക്കട്ടെ. പക്ഷെ കൊടുക്കുമ്പോൾ അതിന് ഓരോ ആളിനെയും തിരഞ്ഞെടുക്കുന്നതിന് പാലിച്ച മാനദണ്ഡം എന്താണ്? ഒരു പൊതു മാനദണ്ഡം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഒരു പൊതു മാനദണ്ഡം ഉണ്ടായിരിക്കണം. ആ മാനദണ്ഡത്തിൽ അവർ എങ്ങനെ ക്വാളിഫൈ ചെയ്തു, എത്രത്തോളം കമ്പാരറ്റീവ് മെറിറ്റ് ഓരോരുത്തർക്കും ഉണ്ട്, ഈ 10 പേരിൽ എത്ര പേരെ കൺസിഡർ ചെയ്തു, നിയമനത്തിന് എത്ര പേരെ കൺസിഡർ ചെയ്തു, ഈ 10 പേരെ എങ്ങനെയാണ് 10 പേരിലേക്ക് എത്തിയത്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശം ഹനിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ തിരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം കോടതി റദ്ദ് ചെയ്തത്? ഒറ്റ കാരണത്തിലാണ്, ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൊളീജിയം സമ്പ്രദായം റദ്ദ് ചെയ്യേണ്ടതല്ലേ? ഞങ്ങൾക്കറിയണം, ഞങ്ങളുടെ നീതി നിർവഹണത്തിന് വരുന്ന ജഡ്ജിമാർ എത്രത്തോളം അതിന് യോഗ്യരാണ്, എന്തൊക്കെ യോഗ്യതയാണ് അവർക്കുള്ളത്, ഏതെല്ലാം കാര്യങ്ങളാണ് അവരെ നിയമിക്കുന്നതിന് പരിഗണിച്ചത്, അവർക്ക് മറ്റുള്ള ഒരു ആസ്പിറൻസിനെ അപേക്ഷിച്ച് അവർക്ക് മെച്ചപ്പെട്ട എന്ത് യോഗ്യതയാണുള്ളത്, എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു അപേക്ഷയും കൂടെ സ്വീകരിക്കാത്ത എന്ത്? ഇതൊക്കെയല്ലേ ഒരു പ്രോസസ്സ്, അപ്പോയിൻമെൻറ്റിനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ആ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറത്തിൽ ഇതിനു വേണ്ടി ഒരു അപേക്ഷ നൽകാൻ ഒരു അവകാശം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു പൊതു മാനദണ്ഡം ഉണ്ടായിരിക്കണം. ഈ പൊതു മാനദണ്ഡങ്ങളിൽ ഈ ആർക്കെങ്കിലും കമ്പാരറ്റീവ് മെറിറ്റ് ഉണ്ടെങ്കിൽ അവരെ എടുക്കണം. ലിമിറ്റഡ് എത്ര വേക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ എടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത് എന്ന് സുപ്രീം കോടതിക്ക് പറയാൻ കഴിയുമോ? ഇതൊന്നുമില്ല. അവർ 3-4 പേര് ചേർന്ന് അങ്ങ് 5-6 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരാളെ റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്തടിസ്ഥാനത്തിൽ റെക്കമെൻഡ് ചെയ്തു? അത് സുതാര്യത ഒട്ടുമില്ല അതിനകത്ത്. ഒരുപാട് മാൽ പ്രാക്ടീസസ് നടക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഇവരൊക്കെ വളരെ സമ്പൂർണരായ മനുഷ്യരാണോ? യാതൊരു സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ, യാതൊരു വ്യക്തിപരമായ പരിഗണനയുമില്ലാതെ 100% സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള മനുഷ്യരാണോ ഈ സുപ്രീം കോടതി ഇരിക്കുന്ന എല്ലാവരും? അവരും മനുഷ്യരല്ലേ, തെറ്റ് ചെയ്തുകൂടെ? പല ആരോപണങ്ങളും പല ജഡ്ജിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. കേസുകൾ അത് റോസ്റ്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അത് സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ പറഞ്ഞതാണ്.
അതുപോലെ തന്നെ പല കേസുകളും ഓരോരോ നിശ്ചിതമായ ബെഞ്ചിലേക്ക് കൊടുത്തിട്ട് അത് വിധികളെ സ്വാധീനിക്കുന്നു. ഇത്തരത്തിലുള്ള ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു കൊളീജിയത്തിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു ഒരു ജഡ്ജ് ഒരാളെ എനിക്ക് താല്പര്യമുള്ള ഒരാളെ ജഡ്ജിയായിട്ട് നിയമിച്ചു. ആ ജഡ്ജി പിന്നെ എൻ്റെ മകൻ അഡ്വക്കേറ്റായിട്ട് വന്ന് ഈ സ്ഥാനത്തേക്ക് അവനെ ശുപാർശ ചെയ്യാൻ അന്ന് ഈ ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത ജഡ്ജി അവിടെ കൊളീജിയത്തിലുണ്ടെങ്കിൽ അതിന് ചെയ്തു കൊടുക്കത്തില്ലേ? പരസ്പരം പുറംചൊറിയൽ എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. അങ്ങനെ ചെയ്യരുതോ? ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്തിട്ടുണ്ടെന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചെയ്യാൻ സാധ്യതയില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു പൊതു മാനദണ്ഡം ഈ കൊളീജിയം നിശ്ചയിക്കണം. അതിന് അപേക്ഷിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കണം. അപേക്ഷകരിൽ ഏറ്റവും യോഗ്യരായി കണ്ടെത്തുന്നതിന് ഈ പൊതുമാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉള്ള എക്സർസൈസ് ചെയ്യണം. എന്നിട്ട് പ്രസിഡൻറ്റിന് കൊടുക്കണം. പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ യുക്തമനുസരിച്ച് എത്ര പേരെ നിയമിക്കണമെന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ തഴയാനും ഉള്ള അവകാശമുണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. അല്ലാതെ ശുപാർശ ചെയ്യുന്നവരെ എല്ലാം പ്രസിഡന്റ് ഒപ്പിട്ട് തരിക എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. പ്രസിഡന്റിൻ്റെ അധികാരം കവർന്നെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ തന്നെ ഒരു ഒപ്പിട്ട് അതും കൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സുപ്രീം കോടതി ജഡ്ജി ഒരു ഒപ്പിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തിക്കൂ എന്ന് പറയാം. എന്തിനാണ് പ്രസിഡന്റ് തന്നെ ഒപ്പിടണമെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അവിടെ ലംഘിക്കപ്പെടുകയില്ലേ സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ? അതൊന്നുമല്ല. അതായത് ഈ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി അതൊന്നും കവർന്നെടുക്കാൻ പാടില്ലാത്തതാണ്. ഇനി അത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളുടെ സുപ്രീമസിയെക്കുറിച്ച് ഗവർണറുടെ പവറുകൾ അവരെ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു കേസുണ്ടായല്ലോ അടുത്ത കാലത്ത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളുടെ സുപ്രീമസിയെക്കുറിച്ച് അന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാഴ്ചപ്പാടുള്ള സുപ്രീം കോടതി തീർച്ചയായിട്ടും പ്രസിഡന്റിൻ്റെ അധികാരത്തെയും അംഗീകരിക്കണം. അതെന്താണ് അല്ലെങ്കിൽ രണ്ട് മാനദണ്ഡം, രണ്ട് ഇരട്ടത്താപ്പെന്ന് ആളുകൾക്ക് വിളിക്കേണ്ടി വരില്ലേ? അത് പാടില്ല. ന്യായം നടത്തിയാൽ മാത്രം പോരാ, ന്യായമാണ് നടത്തിയതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. അതല്ലേ നീതി നിർവഹണം എന്ന് പറയുന്നത്. സുപ്രീം കോടതി കൊളീജിയം വളരെ യുക്തരായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് തിരഞ്ഞെടുപ്പിലെ സുതാര്യത എന്താണ് ഞങ്ങൾക്കറിയണം. അതറിയാനുള്ള അവകാശം പൗരന്മാരെന്നുള്ള നിലയിൽ എല്ലാവർക്കും ഉണ്ട്. അത് മറച്ചു പിടിച്ചിട്ട് ഞങ്ങൾ നല്ല ഒന്നാം തരം ആൾക്കാരാണ്, വളരെ വിശ്വസ്തരാണ്, ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങൾ കള്ളമൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ ഏറ്റവും യുക്തരായിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് മനസ്സില്ലപ്പോൾ. ജനങ്ങളുടെ മുന്നിൽ വെക്കുക എല്ലാം. ഇപ്പം തിരഞ്ഞെടുപ്പ് ബോണ്ട് പ്രൈവസിയുടെ കാര്യം പറയാൻ തിരഞ്ഞെടുപ്പ് ബോണ്ട് ആരൊക്കെ വാങ്ങിച്ചു എന്നുള്ള പേര് വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ. എന്തിന്? അവരുടെ പ്രൈവസി ഖണ്ഡിക്കുകയല്ലേ അവിടെ സുപ്രീം കോടതി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ജഡ്ജായിട്ട് നിയമിക്കപ്പെടുന്ന ഒരാളിൻ്റെ കാര്യത്തിൽ അയാളെ ശുപാർശ ചെയ്യുന്ന കാര്യത്തിൽ എന്തെല്ലാം പരിഗണനകൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളെ തഴയുന്നതിൽ എന്തെല്ലാം പരിഗണന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയാൽ അയാളുടെ പ്രൈവസി നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടുന്ന ആളുകൾ അതിന് ഒരു ആസ്പിറൻ്റായിട്ട് വരണ്ട. നമ്മൾ PSCക്ക് ഒരു അപേക്ഷ കൊടുത്താലും ഇതുപോലെ നമ്മൾ എല്ലാ വിവരങ്ങളും കൊടുക്കുന്നില്ലേ? അതിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചല്ലേ ഇത് നിശ്ചയിക്കപ്പെടുന്നത്, റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത്. ഇതൊന്നുമില്ല. ഇത് ഏകാധിപത്യമാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് മാറ്റണം. ഇത് മാറ്റേണ്ടത് ജനങ്ങളുടെ അത്യാവശ്യമാണ്, ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. നന്ദി.